Contingent contract. A contingent contract is said to be a contingent when it is performed depend upon the happening or non-happening of future event. അഥവാ ഫ്യൂച്ചറിൽ ഒരു ഇവൻ്റ് നടക്കുകയോ നടക്കാതിരിക്കുകയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വെക്കുന്ന കരാറിനെയാണ് കണ്ടിജൻ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. റൂൾസ് റിഗാർഡിംഗ് കണ്ടിജൻ്റ് കോൺട്രാക്റ്റ്. അതിൽ ഒന്നാമത്തേതാണ് കണ്ടിജൻ്റ് കോൺട്രാക്ട്സ് ഡിപ്പെൻഡ് അപ്പോൺ ദി ഹാപ്പനിങ് of the uncertain future event cannot be enforced until the event has happened. If the event become impossible, such contracts become void. അഥവാ ഭാവിയിൽ ഒരു സംഭവം ആശ്രയിച്ചിട്ടുള്ള കരാറാണ് ഇത്. ആ സംഭവം ഭാവിയിൽ നടന്നാൽ ഈ കരാർ വോയിഡ് ആവും, ഇല്ലെങ്കിൽ വോയിഡ് ആവില്ല. രണ്ടാമത്തേതാണ് കണ്ടിജൻ്റ് കോൺട്രാക്ട്സ് ടു ഡു ഓർ നോട്ട് to do anything. If an uncertain future event does not happen, can be enforced when the happening of the event becomes impossible and not before. അഥവാ ഒരു ഇവൻ്റ് നടക്കില്ല എങ്കിൽ, ഒരു നിശ്ചിത കാലത്ത് ഒരു പീരിയഡിനുള്ളിൽ ഇവൻ്റ് നടക്കില്ല എന്ന് പറയുന്നതിൻ്റെ ബേസിലുള്ള കരാറാണ് രണ്ടാമത്തത്. മൂന്നാമത്തേതാണ് if any contract is contingent upon how a person will act an uncertified time, the event shall be considered to be impossible when such person does anything which renders it impossible that he should so act within any defined time or otherwise than under future കണ്ടിജൻസി. അഥവാ ഒരു പീരിയഡിനുള്ളിൽ നടക്കുമെന്ന് പറയുന്നതിൻ്റെ ബേസിൽ പ്രോമിസ് നൽകുന്ന കരാർ വെക്കുന്നതിനെയാണ് കരാർ വെക്കുന്ന പ്രക്രിയക്കാണ് മൂന്നാമത്തേത് പറയുന്നത്. അഥവാ നമ്മൾ ഇൻഷുറൻസ് പോലത്തെ ഉള്ളതിന്. നാലാമത്തേത് കണ്ടിജൻ്റ് കോൺട്രാക്ട്സ് ടു ഡു ഓർ നോട്ട് ടു ഡു എനിത്തിങ്. ഇഫ് എ സ്പെസിഫൈഡ് അൺസർട്ടൈൻ ഇവൻറ്റ് ഹാപ്പൻ വിത്തിൻ എ ഫിക്സഡ് ടൈം become void. If the event does not happen or it is happening become impossible before the expired time, that time. അഥവാ നാലാമത്തെ പറഞ്ഞു ഒരു ഫിക്സഡ് ടൈമിനുള്ളിൽ നടന്നിട്ടില്ലെങ്കിൽ, ഈ കാര്യം നടക്കില്ല എന്ന് ഒരു ടൈമിനുള്ളിൽ പറയുന്ന കരാറിനെയാണ് നാലാമത്തത്. അഞ്ചാമത്തത് കണ്ടിജൻസ് കോൺട്രാക്ട്സ് to do or not to do anything. If an impossible event happens or void, whether or not the fact is known to the parties. അഥവാ നമ്മൾ കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തിയ ഇവൻ്റ് ഒരിക്കലും നടക്കാൻ സാധ്യത ഇല്ല എങ്കിൽ അത് വോയിഡ് ആയിരിക്കും. അഥവാ കോൺട്രാക്ട് ചെയ്ത ആൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും അത് വോയിഡ് ആയിരിക്കും. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ വേജറിങ് കോൺട്രാക്ട്സ് ആൻഡ് കണ്ടിജൻസ് കോൺട്രാക്റ്റ്. വേജറിങ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ റെസിപ്രോക്കൽ പ്രോമിസ്. മറ്റ് കണ്ടിജൻസ് കോൺട്രാക്റ്റ് പറഞ്ഞാൽ ദർ ഈസ് നോ റെസിപ്രോക്കൽ പ്രോമിസ്. പിന്നെ വേജറിങ് കോൺട്രാക്റ്റ് ഇറ്റ് ഈസ് വോയിഡ് എഗ്രിമെൻറ്റ്, മറ്റേത് വാലിഡ് എഗ്രിമെൻ്റ് ആണ്. അത് വാലിഡ് ആയാൽ മാത്രമേ ആ എഗ്രിമെൻ്റ് അപ്രൂവ് ആവുള്ളൂ. പിന്നെ വേജറിങ്ങിൽ ഫ്യൂച്ചർ ഇവൻ്റ് ഈസ് എസെൻഷ്യൽ ടു ദി കോൺട്രാക്ട്. കണ്ടിജൻ്റ് കോൺട്രാക്റ്റിൽ ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് കൊളട്രൽ ടു ദി കോൺട്രാക്റ്റ്. അടുത്തത് ഇറ്റ് ഈസ് ആൾവേസ് ഓഫ് എ കണ്ടിജൻ്റ് നാച്ചർ. ഇറ്റ് മേ നോട്ട് ബി ഓഫ് വേജറിങ് നാച്ചർ. പിന്നെ അഞ്ചാമത്തത് പാർട്ടീസ് ഹാവ് നോട്ട് ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്റ്റ് മാറ്റർ. പാർട്ടീസ് മേ ഹാവ് ഇൻട്രസ്റ്റ് ടു ദി സബ്ജക്റ്റ്. അഥവാ പാർട്ടീസിന് കണ്ടിജൻസ് കോൺട്രാക്റ്റ് ഇൻട്രസ്റ്റ് ഉള്ളതാണ്. ഓക്കെ, താങ്ക് യു.